വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. കാണികൾക്ക് പരിക്കേറ്റു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് നിഖിൽ? റീജിയത്തെ എല്ലാ തരത്തിലുമുള്ള അനുമതികളും വാങ്ങിയ ശേഷമായിരുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ വിശദീകരിക്കുന്നത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് 10:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഒരു മാസമായി നടന്നു വരുന്ന വല്ലപ്പുഴ അഖിലേന്ത്യാ 7 ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലായിരുന്നു നടന്നു പോന്നിരുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഈ ഗാലറിയിൽ കയറിയതിനെ തുടർന്നാണ് മത്സരം പുരോഗമിക്കവേ ഗാലറി തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയതും പട്ടാമ്പി CI വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സരം സംഘടിപ്പിച്ചിരുന്ന എല്ലാ അനുമതികളോടും കൂടിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. PWD ബിൽഡിംഗ് വിഭാഗത്തിന്റെ അനുമതിയോട് കൂടിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ PWDയുടെ ഓവർസിയർ നേരിട്ടെത്തി ഇതിന്റെ ഗുണനിലവാരം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവർക്ക് അനുമതി പത്രവും മറ്റും നൽകിയത്. സംഭവത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. ഈ കൂടുതൽ ആളുകൾ ഈ ഗാലറിയുടെ ഒരേ ഭാഗത്ത് കയറി ഇരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാൻ കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. റിയാദിൽ മലയാളിയെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി ഷമീർ അലിയാറിനെയാണ് ഷുമൈസിയിലെ താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാത്രിയിലാണ് റിയാദിലെ മലയാളി സമൂഹത്തെ ഞെട്ടിച്ച ദാരുണമായ സംഭവം നടന്നത്. റിയാദിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ഷമീർ റൂമിൽ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ജോലി കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തിയിട്ടും പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ലാതായതോടെ സുഹൃത്തുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. റൂമിൽ വെച്ച് അക്രമികളുടെ കുത്തേറ്റ് മരിച്ചതായാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. മൃതദേഹം ഇപ്പോൾ റിയാദ് ഷുമൈസി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. 47-കാരനായ ഷമീർ KMCC റിയാദ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് തൂവൂരിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരികയാണ്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. വിസ സേവനങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നതിനായി താമസ കുടിയേറ്റ വകുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. ദുബായ് ഗ്ലോബൽ വില്ലേജിലെ പ്രത്യേക പവലിയൻ സജ്ജമാക്കിയാണ് വകുപ്പ് സേവനങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന പേരിലാണ് രാജ്യത്തെ വിസ സേവനങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിലെ പ്രധാന വേദിയോട് ചേർന്നായിരുന്നു പ്രത്യേക പവലിയൻ താമസ കുടിയേറ്റ വകുപ്പ് സജ്ജമാക്കിയത്. വിവിധ എൻട്രി പെർമിറ്റുകൾ, ഗോൾഡൻ വിസ, ഐഡന്റിറ്റി, പൗരത്വ സേവനങ്ങൾ, GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കുള്ള പ്രത്യേക പെർമിറ്റുകൾ തുടങ്ങിയ വിശദാംശങ്ങളാണ് പ്രധാനമായും അധികൃതർ സന്ദർശകർക്ക് വിശദീകരിച്ചു നൽകിയത്. GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് മറി, അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സൂറൂർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പവലിയൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സന്ദർശകർക്കായി പ്രതിവാര മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. GDRFയുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപങ്ങളിൽ പ്രത്യേക പ്രദർശനങ്ങൾ കുട്ടികൾക്കുൾപ്പെടെ കൗതുകമായി. വൈകിട്ട് 4 മണി മുതലാണ് ക്യാമ്പയിൻ സജീവമാവുക. ക്യാമ്പയിൻ നാളെ അവസാനിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ സ്ഥാപനമായ സോഹോ ഉമുൽ ഖുവൈൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചു. ചേംബറിന്റെ ഭാഗമായ എല്ലാ സ്ഥാപനങ്ങളിലും സോഹോയുടെ സോഫ്റ്റ്വെയർ 1 വർഷത്തേക്ക് സൗജന്യമായി ലഭിക്കും. UAE-ലെത്തി 2 വർഷം പൂർത്തിയാകുമ്പോഴേക്കും വരുമാനത്തിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും വൻ വളർച്ചയാണ് സോഹോ നേടിയത്. സോഹോ ഉപഭോക്താക്കളുടെ വാർഷിക സമ്മേളനമായ സോഹോളിക്സ് ദുബായ് 2025 പശ്ചാത്തലത്തിലാണ് പുതിയ പങ്കാളിത്തത്തിന് തുടക്കമായത്. ക്ഷേത്ര സമർപ്പണത്തിന്റെ 1ാം വാർഷികം വിപുലമായി ആഘോഷിച്ച് അബുദാബി BAPS ഹിന്ദു മന്ദിർ. പദോത്സവ് എന്ന പേരിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയും സാംസ്കാരിക പരിപാടികളോടെയുമാണ് വാർഷികാഘോഷങ്ങൾ നടന്നത്. പുലർച്ചെ 4 മണിക്ക് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പദോത്സവ് എന്ന പേരിൽ ക്ഷേത്രാങ്കണത്തിലായിരുന്നു പരിപാടി നടന്നത്. സ്നേഹവും പ്രത്യാശയും ഐക്യവും നിറഞ്ഞ ഒരു വർഷമാണ് കടന്നുപോയതെന്ന് BAPS ഹിന്ദു മന്ദിർ മേധാവി ബ്രഹ്മവിഹാരി ദാസ് പറഞ്ഞു. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഐക്യത്തോടെയുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ പ്രചോദനമായി എന്നതാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി ആളുകളാണ് UAEയുടെ വിവിധയിടങ്ങളിൽ നിന്ന് പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തിയത്.
നാസിക് ഡോൾ, മോഹിനിയാട്ടം, കഥക്, ഒഡീസി തുടങ്ങി ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക സവിശേഷതകൾ വെളിവാക്കുന്ന പരിപാടികളും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും നാടായി UAE വളർത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെയും പരിപാടിയിൽ ആദരിച്ചു. 24 ദുബായ്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമിച്ച വിദേശ പൗരൻ മരിച്ചു. ജർമ്മൻ പൗരനായ മൈക്കിളാണ് മരിച്ചത്. ബൈക്കിൽ സഞ്ചരിക്കവെയാണ് മൈക്കിളിനെ ഇന്ന് വൈകുന്നേരം ആന ആക്രമിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ വരുന്നു. ബിൽ നാളെ മന്ത്രിസഭാ യോഗത്തിൽ വരും. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ CPIM നേരത്തെ രാഷ്ട്രീയ തീരുമാനം എടുത്തിരുന്നു. വിമർശനങ്ങൾക്കിടെ കിഫ്ബി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട്. യൂസർ ഫീ എന്ന പേരിൽ പിരിക്കാനാണ് തീരുമാനം. ഇതിനായി നിയമനിർമ്മാണം കൊണ്ടുവരും. അതേസമയം ടോൾ പിരിവിനെക്കുറിച്ച് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. 50 കോടിയിലേറെ രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡുകളിലും പാലങ്ങളിലുമാണ് യൂസർ ഫീ ഈടാക്കാനുള്ള നീക്കം. കിഫ്ബിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ധനമന്ത്രിമാർ പങ്കെടുത്ത യോഗം അംഗീകരിച്ചിരുന്നു. കരട് നിയമം തയ്യാറാക്കി ബിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നാണ് വിവരം. കരട് നിയമത്തിൽ ടോൾ എന്ന വാക്ക് പരാമർശിക്കുന്നില്ല. യൂസർ ഫീസ് എന്നാണ് കരട് നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. യൂസർ ഫീസ് എന്ന പേരിലായാലും ഫലത്തിൽ ഇത് ടോൾ പോലെ നിശ്ചിത തുക ഈടാക്കാനുള്ള സംവിധാനമായിരിക്കും. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. കിഫ്ബി നിർമ്മിച്ച സംസ്ഥാന പാതകളിലൂടെ 15 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നായിരിക്കും യൂസർ ഫീസ് വാങ്ങുകയെന്നാണ് കരട് നിയമത്തിൽ പറയുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് വരുമാനം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അതിന്റെ ചില മാതൃകകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് സർക്കാരിന്റെയും CPIMന്റെയും പ്രതിരോധം. കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞില്ല. കിഫ്ബി പൊതുജനങ്ങൾക്ക് ശാപമായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കളും പ്രതികരിച്ചു. ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. യൂസർ ഫീ പിരിക്കുന്നതിൽ LDFൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. 24 തിരുവനന്തപുരം. ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവർ മുസ്ലിം ജനതയെ ദുരിത ജീവിതത്തിന് വിട്ടുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണാടി മാളിക പണിയാനല്ല, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാളിന് വിമർശനം. രാഷ്ട്രപതിക്കെതിരായ പരാമർശത്തിൽ സോണിയാഗാന്ധിയെയും മോദി വിമർശിച്ചു. ഇത് തങ്ങളുടെ 3-ാം ഊഴമേ ആയുള്ളൂ എന്നും രാജ്യവികസനത്തിനായി എക്കാലവും ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. आजकल मीडिया में ज़्यादा ही चर्चा हो रही है, सोशल मीडिया में और अधिक हो रही है. പാർലമെന്റിലും പുറത്തും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി എണ്ണി മറുപടി പറഞ്ഞു. കെജ്രിവാളിന്റെ ആഡംബര വസതിയെ വിമർശിച്ച പ്രധാനമന്ത്രി 10 വർഷം അഴിമതിയില്ലാതാക്കി രാഷ്ട്രനിർമ്മാണം നടത്തിയെന്ന് പറഞ്ഞു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ നിരത്തി. कुछ नेताओं का फोकस घरों में जकूजी पर, स्टाइलिश शावर्स पर, लेकिन हमारा फोकस तो हर घर जल पहुंचाने पर. ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവർ മുസ്ലിം ജനതയെ ദുരിത ജീവിതത്തിന് വിട്ടു. ചിലരുടെ വാക്കും പ്രവൃത്തിയും രണ്ടെന്നും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വിമർശനം. ഇത് തങ്ങളുടെ 3-ാം ഊഴം മാത്രമേ ആയിട്ടുള്ളൂ എന്നും രാജ്യപുരോഗതിക്കായി താൻ എക്കാലവും ഉണ്ടാവുമെന്നും മോദി. अतः कि मेरे लिए बहुत बड़ा सौभाग्य है कि देश की जनता ने मुझे 14वीं बार इस जगह पर बैठ करके, और इसलिए मैं आज जनता जनार्दन का भी बड़े आदर के साथ आभार व्यक्त करना चाहता हूं. രാഷ്ട്രപതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സോണിയാഗാന്ധിയെയും പ്രധാനമന്ത്രി പരോക്ഷമായി വിമർശിച്ചു. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിന് മാനദണ്ഡം നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ദുരന്തമേഖലയിലെ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ട്. വാടകയ്ക്ക് വീട് നൽകിയ ആളിന് വേറെ വീടില്ലെങ്കിൽ അവർക്കും പുതിയ വീട് അനുവദിക്കും. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണത്തിലിരുന്ന വീടുകൾ നശിച്ചെങ്കിലും
അവർക്കും പുതിയ വീടിന് അർഹതയുണ്ട്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടയാൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് മറ്റു വീടുണ്ടെങ്കിൽ പുനരധിവാസത്തിന് അർഹതയില്ല. വീട് നശിച്ചതിനുള്ള 4 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര തുക മാത്രമേ കിട്ടുകയുള്ളൂ. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. വയനാട് കേന്ദ്ര സഹായം സംബന്ധിച്ച് രാജ്യസഭയിൽ ഏറ്റുമുട്ടൽ. കേരളം ഇന്ത്യയിലല്ലേ എന്ന് CPI അംഗം P. സന്തോഷ് കുമാർ രാജ്യസഭയിൽ ചോദിച്ചു. നീതി ലഭിക്കണമെന്നും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ വിഷയം കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നും സന്തോഷ് കുമാർ MP കുറ്റപ്പെടുത്തി. ദുരന്തത്തിനു ശേഷം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറങ്ങുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി തന്നെ വയനാട്ടിലേക്ക് അയച്ചുവെന്നും മന്ത്രി ജോർജ് കുര്യൻ മറുപടി നൽകി. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് CPI അംഗം P. സന്തോഷ് കുമാർ വയനാട് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ രാജ്യത്തെ മറ്റിടങ്ങളിലായിരുന്നുവെങ്കിൽ ഈ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും? കേരളം ഇന്ത്യയിലല്ലേ എന്നും P. സന്തോഷ് കുമാർ. You did not announce a single rupees package so far. I have no doubt our Honorable Minister, Mr. George Piran, is sitting over here. Sir, sometimes the ministers who represent Kerala act as ministers, not as ministers. I have no doubt in stating that. They should act as ministers. ഒരു സിംഗിൾ പാക്കേജെങ്കിലും കേരളത്തിനായി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സന്തോഷ് കുമാർ MP കുറ്റപ്പെടുത്തി. ഉടൻ തന്നെ മറുപടിയുമായി മന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഉണർന്നിരുന്ന സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. തന്നെ വയനാട്ടിലേക്ക് അയച്ചുവെന്നും മന്ത്രി ജോർജ് കുര്യൻ. Chief Minister of Kerala was sleeping. PM sent me to there. No MLA, no MP, no minister from Kerala there. What are you telling? Where were you? മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഇടതുപക്ഷ MPമാർ പ്രതിഷേധിച്ചു. 24 ഡൽഹി. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ ഉറച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതും റേഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തതും പിന്നാക്കാവസ്ഥയാണെന്ന് ജോർജ് കുര്യൻ 24-നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രിയെയും BJPയെയും വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം കിട്ടുമെന്ന മുൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റേഷൻ വിതരണം ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥ അല്ലേ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. യാഥാർത്ഥ്യം തുറന്നു പറയാൻ കേരളം തയ്യാറാകണം. ഫിനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അത് പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ട് ചോദിച്ചാൽ തരും. ഇപ്പം സാമ്പത്തികമായിട്ട് തകർന്നതന്നെ പിന്നോക്കാവസ്ഥയല്ലേ? ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പിന്നോക്കാവസ്ഥയല്ലേ? റേഷൻ വിതരണം ചെയ്യാൻ പറ്റാത്തത് അതിനുള്ള പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥയല്ലേ? ജോർജ് കുര്യനും RSSും BJPയും എല്ലാം കേരളത്തിനെതിരാണെന്നും സാമ്പത്തിക പ്രതിരോധവും ആശയ പ്രതിരോധവും സൃഷ്ടിക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇവിടെ ദാരിദ്ര്യം വേണം, പട്ടിണി വേണം. ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും വരില്ല എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട. മോദി കേരളത്തെ അവഗണിക്കുന്നില്ലെന്ന കണക്കുകൾ നിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വന്നു. NDA സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം ഇവിടെ ഭരിച്ചത് UPA ഗവൺമെന്റാണ്. ആ 10 വർഷം കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ, ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. 24 ഡൽഹി. ഡൽഹിയിലെ ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. അവസാനവട്ട വോട്ടും ഉറപ്പാക്കി നേതാക്കൾ. ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. 13,033 പോളിംഗ് ബൂത്തുകൾ, 1,55,00,000 വോട്ടേഴ്സ്, സുരക്ഷയ്ക്കായി 30,000 പോലീസും 180 കമ്പനി അർദ്ധസേനയും, 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികൾ. നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പാക്കി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയം നേടിയ ആം ആദ്മി പാർട്ടി 4ാം തവണയും സർക്കാർ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. BJPയിൽ നിന്ന് കടുത്ത മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. ഡൽഹി മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിക്കലും യമുനാ നദി മലിനീകരണവുമടക്കം അനവധി ആരോപണങ്ങളാണ് പ്രചരണത്തിനായി BJP ഇത്തവണ ഉപയോഗിച്ചത്. ഒപ്പം കേന്ദ്ര ബജറ്റും നികുതി ഇളവും മധ്യവർഗ വോട്ടേഴ്സ് നിർണായകമായ ഡൽഹിയിൽ BJPക്ക് അനുകൂല സാഹചര്യമൊരുക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണയും ചിത്രത്തിലില്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തി തിരിച്ചുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനിടെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കാറുണ്ടെന്നും പക്ഷപാതപരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കാറില്ലെന്നും വിശദീകരണം. 1 മാസം നീണ്ട വാശിയേറിയ പ്രചരണം. ജനവിധി എന്തെന്ന് ഫെബ്രുവരി 8-ന് അറിയാം.
അവസാന ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും. വിനീത VG 24 ഡൽഹി. CPM നേതാക്കളിൽ ചിലർക്ക് പണത്തോടാർത്തിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത്തരക്കാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നും MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിലാണ് പ്രതികരണം. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ റവന്യൂ വകുപ്പിന് വീഴ്ചയുണ്ടായെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. ആഴക്കടൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. ഈ മാസം 27 കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ച തീരദേശ ബന്ദിന് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. മാർച്ച് 12 മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചിനും ആഹ്വാനമുണ്ട്. ആഴക്കടലിൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഖനനം മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. യാതൊരു പഠനവും മുന്നൊരുക്കവും ഇല്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസ് മിഷനെതിരെ പാർലമെന്റിന്റെ അകത്തും പുറത്തും ശക്തമായി KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം 27 നടക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ബന്ദിന് കോൺഗ്രസ് പിന്തുണ നൽകും. യാതൊരു പഠനവും നടത്താതെയാണ് കേന്ദ്ര സർക്കാർ നീക്കം. സാമ്പത്തിക ലാഭമാണ് കമ്പനികളെ ഇതിലേക്ക് എത്തിക്കുന്നതെന്നും ഹൈബി ഈഡൻ MP. മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിലാണ് ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ എന്ന പേരിൽ ആഴക്കടൽ ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഈ സർക്കാർ കൈക്കൊള്ളുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. 24 ഡൽഹി. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. സസ്പെൻഷനിലുള്ള ജയിൽ DIG അജയ്കുമാർ, കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം അടക്കം 8 പേർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. ജയിലിൽ നിന്നുള്ള പരാതിയെ തുടർന്നാണ് നടപടി. ജയിലിനുള്ളിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിന് അനധികൃതമായി പണം കൈമാറിയെന്നും പരാതി ഉണ്ടായിരുന്നു. FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണ് ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സന്ദർശനത്തിന് ജയിൽ DIG അവസരമൊരുക്കിയത്. DIG ആയിരുന്ന അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ ആളുകളെ ജയിലിലെത്തിച്ച് 2 മണിക്കൂർ നേരം സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബി ചെമ്മണ്ണൂരുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കി. ഈ പരാതിയിൽ നിലവിലെ മധ്യമേഖല ജയിൽ DIGയും ജയിൽ സൂപ്രണ്ടുമടക്കം സസ്പെൻഷനിലാണ്. ഇതിനു പിന്നാലെയാണ് ജയിൽ അധികൃതർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 6 പേരും കേസിൽ പ്രതികളാണ്. ഇതിൽ 2 പേർ വനിതകളും. ഇതോടെ നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടി വരും. കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ പ്രതിയാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 കൊച്ചി. തൃശൂരിലെ അന്വേഷണ റിപ്പോർട്ട് വിവാദത്തിൽ പ്രതികരിച്ച് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരരംഗത്തേക്കിറങ്ങിയതാണ് താൻ ചെയ്ത തെറ്റെന്ന് K മുരളീധരൻ തുറന്നടിച്ചു. റിപ്പോർട്ട് പുറത്തായ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നിലപാട് തിരുത്തി. റിപ്പോർട്ട് വ്യാജമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പകർപ്പ് സ്വന്തം നിലയിൽ പ്രചരിപ്പിച്ചത് എന്നാണ് അനിൽ അക്കരയുടെ വാദം. തൃശൂർ തോൽവിയിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് ശേഷം ആദ്യമായാണ് K മുരളീധരൻ പ്രതികരിക്കുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുരളീധരൻ തള്ളുന്നില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരിക്കാനിറങ്ങിയതാണ് താൻ ചെയ്ത തെറ്റെന്ന് മുരളീധരൻ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന് മറ്റാരെയും തലയിൽ കുറ്റം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടിന് നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. പുറത്തുവന്ന റിപ്പോർട്ട് മാധ്യമ സൃഷ്ടി എന്നാരോപിച്ച് മാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകിയ അനിലക്കര നിലപാടിൽ മലക്കം മറിഞ്ഞു. റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ടത് അനിലക്കരയാണെന്ന വസ്തുത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. റിപ്പോർട്ട് വ്യാജമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സ്വന്തം നിലയിൽ റിപ്പോർട്ട് പ്രചരിപ്പിച്ചത്. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിൽ എതിർപ്പുള്ളവരാണ് പിന്നിലെന്നും അനിലക്കര. അതിലൊരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനകത്ത് 23ാമത്തെ നമ്പർ പേജാണ് തോന്നുന്നു, പേജ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുകയും അത് ആരോ DTP എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇത് കിട്ടാൻ വേണ്ടിയും പൊതുസമൂഹത്തിന് കിട്ടാൻ വേണ്ടിയും അപ്പോൾ തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാനത് ലോഡ് ചെയ്തിട്ടുണ്ടായി. തോൽവിയുടെ കാരണം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ. കാരണം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അവർ കണ്ടുപിടിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ അന്വേഷണത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർ തന്നെ പുറത്തുവിട്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായില്ല. റിപ്പോർട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കോൺഗ്രസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു.
വിവാദ റിപ്പോർട്ട് അനിലക്കര ഫേസ്ബുക്കിൽ പങ്കുവച്ചതിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയുണ്ട്. നിലവിലെ വിശദീകരണം KPCC മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. 24 തൃശൂർ. തൃശൂർ എളവള്ളി ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിനെത്തിച്ച ആനയുടെ കുത്തേറ്റ് ഒരാൾക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ബ്രഹ്മകുളം പൈങ്കിണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെയായിരുന്നു സംഭവം. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ ആക്രമിച്ച ശേഷം ആന ഇടഞ്ഞോടുകയായിരുന്നു. ചിറ്റാട്ടുകര കടവല്ലൂർ റെയിൽവേ ഗേറ്റ് മറികടന്ന് ആനയോടി. പച്ചമരുന്ന് വിൽപ്പനയ്ക്കായി എത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് ആനയുടെ കുത്തേറ്റ് മരിച്ചത്. പാടശേഖരത്ത് ഭാര്യയുമൊത്ത് വിശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ഓടിമാറിയതിനാൽ ഭാര്യയ്ക്ക് പരിക്കേറ്റില്ല. ആനന്ദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആനയുടെ ചവിട്ടേറ്റ പാപ്പാൻ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കണ്ടാണിശ്ശേരി ഭാഗത്ത് ആനയെ തളച്ചു. 24 തൃശൂർ. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. എറണാകുളം ജില്ലയിലെ 6ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. കടമക്കുടി പഞ്ചായത്ത് തുരുമ്മൽ വീട്ടിൽ സേവ്യർ LC ദമ്പതികൾക്കാണ് വീടൊരുങ്ങുന്നത്. വർഷങ്ങളായി വാടകയ്ക്കാണ് സേവ്യറും എൽസിയും. സ്വന്തമായി ഒരു വീടിനായുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഇവർക്കിപ്പോൾ ആശ്വാസത്തണൽ ഒരുക്കുകയാണ് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. എൽസിയും ഭർത്താവ് സേവ്യറും ചേർന്ന് വീടിന്റെ തറക്കല്ലിട്ടു. സ്വന്തമായി ഒരു വീട് ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. 24 കണക്റ്റിൽ ഈ 100 വീടിൻ്റെ വാർത്ത കണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്കിത് തരാമെന്ന് പറഞ്ഞ എല്ലാവരോടും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ ആദ്യമായി ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 11 വർഷമായി ഞങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഈ പെര തരാമെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ 24 കണക്ട് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശൻ, കണയന്നൂർ താലൂക്ക് കോർഡിനേറ്റർ വിനോദ് ആഴിക്കേരി, പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ്, അയൽവാസികൾ എന്നിവർ പങ്കെടുത്തു. ഇതാദ്യമായി ഇവരെ സംസാരിച്ച സമയത്ത് എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു ഇവരെ വീട്ടിലെ അവസ്ഥ കേട്ടിട്ട്. ഇത്ര വർഷം വാടക കിടന്ന് അത് വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എങ്ങനെയും എനിക്ക് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഇത് കിട്ടിയല്ലോ എന്നുള്ളത് ചിറ്റിലപ്പള്ളിയോടും നമ്മുടെ 24 ന്യൂസ് കണക്റ്റിനോടും വളരെയേറെ സന്തോഷം. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.